ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വിവേകുമായി വിവാഹം നടത്തണോ വേണ്ടേന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഞാനും വിവേകും കൂടെ അടുക്കാൻ കാരണമായ ആ ദേവി തന്നെ എനിക്കൊരു വഴി കാട്ടി തരണേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിരാമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അഭിരാമി ചോദിക്കുന്നുണ്ട്, തന്നെ ഈ വീട് മുഴുവൻ ഞാൻ തപ്പി, ഇവിടെ എങ്ങും കണ്ടില്ല, താനീ ഇരുട്ടത്ത് വന്ന് ഇവിടെ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഞാനിവിടെ ചുമ്മാതെ നിൽക്കുവാണെന്ന് പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, ഞാൻ തന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ആർച്ചമ്മോളെ ദത്ത് കൊടുക്കുന്ന കാര്യം ഞാൻ എന്തായാലും ശിവയെ വിളിച്ച് തിരക്കിയായിരുന്നു. അപ്പോൾ ശിവയ്ക്കും താല്പര്യം അഞ്ജുവിൻ്റെ കണക്ക് ദത്ത് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ശിവയും പറയുന്നത്. എന്തായാലും നല്ലതുപോലെ തീരുമാനിച്ചിട്ട് വേണം എന്തും ചെയ്യാമെന്നാണ് ശിവയും പറയുന്നതെന്ന് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ആർച്ചമ്മോളെ ദത്ത് കൊടുക്കുന്നില്ല. ആർച്ചയെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ കാണുമ്പം വിവേക് കണക്കാക്കുന്നത് സ്വന്തം മകളെ പോലെയാണ്. യാതൊരു കാരണവശാലും വിവേക് ആർക്കും കുഞ്ഞിനെ വിട്ടു നൽകില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് താനും കേട്ടതല്ലേ. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, ഞാനും തൻ്റെ സൈഡിൽ തന്നെ ആടോ, എനിക്കും ആർച്ചമ്മോളെ വിട്ടു കൊടുക്കുന്നതിന് താല്പര്യമില്ല. ഞാൻ എന്തായാലും തൻ്റെ കൂടെ പൂർണ്ണ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നൊക്കെ അഭിരാമിയും വാക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് അഞ്ജു ആണെങ്കിൽ രാഹുലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് രാഹുലും അഞ്ജുവിനെ കുറ്റം പറയുന്നുണ്ട്, താൻ എന്തായാലും ചെയ്തത് നന്നായില്ല, എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു. ആർച്ചമോളുമായിട്ട് കുറച്ച് നാളൊന്ന് ഇണങ്ങിയിട്ട് വേണം ഈ വക കാര്യങ്ങൾ പറയാൻ, അല്ലാതെ നേരെ വന്നങ്ങോട്ട് കുഞ്ഞിനെ വേണമെന്ന് പറയുന്ന സമയത്ത് ഏതോ മാർക്കറ്റിൽ പോയി എന്തോ സാധനം മേടിക്കാൻ വന്നതുപോലെ ആയിപ്പോയില്ലേ, അതുകൊണ്ടാണ് വിവേകും അങ്ങനെ കലിപ്പിന് പറഞ്ഞത്. എന്തായാലും താൻ ചെയ്തത് ശരിയായില്ലെന്ന് പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് ശരിയായില്ല, ഇനി താനും എന്നെ കുറ്റം പറയാതെ ഇനി എന്തായാലും ഈ വക കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല. എനിക്ക് ആർച്ചമോളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, വിവേകിൻ്റെയും വർഷയുടെയും നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ തീരുമാനിച്ചതെന്ന് പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എന്തായാലും വിവേകും വർഷയും കൂടെ തീരുമാനിച്ചോളും ആർച്ചയുടെ കാര്യം എന്താ വേണമെന്ന്. താൻ എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഇനി വിവേകിനോടും വർഷയോടും ഒന്നും പിണങ്ങാൻ നിൽക്കേണ്ടെന്ന് രാഹുൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ജോലി സംബന്ധമായിട്ട് ആരെയോ രാഹുൽ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പിറ്റേന്നാണെങ്കിൽ വർഷ ജോലിക്ക് പോകാൻ തുടങ്ങുന്നത് കാണുമ്പം വിവേക് ഓടി വന്ന് വർഷയോട് ചോദിക്കുന്നുണ്ട്, മമ്മി ഇന്നലെ തന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ, താൻ എന്ത് തീരുമാനം എടുത്തെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിൽ വിഷയം മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നും ആർച്ചമ്മോളെ പറഞ്ഞു വിട്ടിട്ട് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരാനാ പ്ലാനെങ്കിൽ ടീച്ചർ എന്നെ എന്തായാലും ഉറപ്പായിട്ടും വിളിക്കും. ആ സമയത്ത് ഞാനിവിടെ വരുന്ന ഒരു ഭദ്രകാളിയെ പോലെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല, എന്നാലും ആർച്ചമ്മോക്ക് പഠിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല, താൻ മമ്മി പറഞ്ഞ കാര്യത്തിന് എന്താണ് മറുപടി തീരുമാനിച്ചതെന്ന് പറയാൻ പറയുന്നുണ്ട്. ആ സമയം വർഷ പറയുന്നുണ്ട്, ഞാനതിപ്പം പറയില്ല, വൈകിട്ട് മമ്മിയോട് പറയും, ആ സമയത്ത് കേട്ടാൽ മതിയെന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, താൻ എന്തായാലും പറ, അല്ലെങ്കിൽ എനിക്ക് വല്ല അറ്റാക്കും വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയാൻ പോവുകയാടോ കള്ളച്ചെറുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവേകിനോട് ഇങ്ങനെ പറയുന്ന സമയത്ത് വിവേക് വർഷയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് വളരെയധികം സന്തോഷമായി, ഞാൻ എന്തായാലും ഈ വിവരം ആരോടും പറയില്ല, വൈകിട്ട് മമ്മിയോട് പറയുമ്പോൾ മാത്രമേ ഞാനും ആരോടെയും പറയുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വർഷ ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ വിവേകാണെങ്കിൽ സന്തോഷം അടക്കാൻ വയ്യാതെ നേരെ അഭിരാമി വിളിക്കുന്നുണ്ട്, താൻ കാരണമാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്നാക്കിയത്, താൻ അങ്ങനെ ആ വീഡിയോ മമ്മിയെ കാണിച്ചതുകൊണ്ടാണ് മമ്മി എത്രയും പെട്ടെന്ന് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചതും, അതുപോലെ തന്നെ വർഷ ഇപ്പോൾ ഇതിന് സമ്മതം പറഞ്ഞതും, അതുകൊണ്ട് തന്നെ താങ്ക്സ്, തന്നോട് പറഞ്ഞാലും തീരില്ലെന്നും പറഞ്ഞുകൊണ്ട് അഭിരാമിയെ വിളിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അഭിരാമിയോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഈ വിവരം വേറെ ആരോടും പറയരുതെന്ന് പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, ഞാൻ ആരോടും പറയില്ല, ഇനി ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയാലോ, അതുകൊണ്ട് ഞാൻ ഇനി ആര് വിളിച്ചാലും ഫോൺ പോലും എടുക്കുന്നില്ലെന്ന് അഭിരാമിയും വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വസുന്ധര ആൻറ്റി ആണെങ്കിൽ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധനപാലൻ ഓടി വന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്, വർഷമോൾ എന്തായാലും എത്രയും പെട്ടെന്ന് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയാൻ വരുന്നുണ്ടെന്ന് ധനപാലൻ പറയുന്നത് കേൾക്കുമ്പം വസുന്ധര ചോദിക്കുന്നുണ്ട്, ഇതാര് പറഞ്ഞെന്ന് പറയുന്ന സമയത്ത് വിവേകാണ് പറഞ്ഞത്, വിവേകിനോട് അല്ലല്ലോ പറയാൻ പറഞ്ഞത്, എന്നോട് പറയാനല്ലേ ഞാൻ പറഞ്ഞിരുന്നെന്ന് പറയുന്ന സമയത്ത്
ധനപാലൻ പറയുന്നുണ്ട്, വിവേക് വെപ്രാളം കാരണം വർഷയോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്, ഇത് ആരോടും പറയരുതെന്നും പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്, ഞാൻ സന്തോഷം കൊണ്ട് തന്നോട് പറഞ്ഞു പോയതാണെന്ന് പറയുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ആരോടെയും പറയാതെ രഹസ്യം പറയാൻ പറ്റിയ ആളിനോടാണ് നമ്മുടെ മോൻ പറഞ്ഞതെന്ന് പറഞ്ഞ് വസുന്ധര ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വർഷ പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം മുന്നേ അവർ തങ്ങളുള്ള വിവാഹം തീരുമാനിച്ച സമയത്ത് അവർ വെറും ഒരു ഫ്രണ്ട്സായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരിക്കലും അകലാൻ പറ്റാത്ത രൂപത്തിൽ അവർ രണ്ടുപേരും അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്കും അറിയാമായിരുന്നു എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. ആ സമയത്ത് ധനപാലൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു വിവാഹ മുഹൂർത്തം നോക്കി വെക്കട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വസുന്ധരയും പറയുന്നുണ്ട്, എത്രയും നല്ല മുഹൂർത്തം നോക്കി വെച്ചോളാൻ പറയുന്നുണ്ട്. എന്നിട്ട് ധനപാലൻ പറയുന്നുണ്ട്, ഈ വിവരം ഞാൻ തന്നോട് പറഞ്ഞ കാര്യം താൻ എന്തായാലും അവനോട് പറയണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം വസുന്ധര പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല, മമ്മി എന്തായാലും ഇച്ചിരി വാശിക്കാരിയായിട്ട് തന്നെ അവൻ കണക്കാക്കിക്കോട്ടെ. കാരണം അന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എന്തോ ജോലി കണ്ടുപിടിക്കുന്നു, ഇപ്പം യാതൊരു അനക്കവും ഇല്ല. അന്നേരം ധനപാലനും പറയുന്നുണ്ട്, ശരിയാ, ഇപ്പം യാതൊരു അനക്കവും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ അവൻ നല്ലൊരു ജീവിതത്തിലെത്തുമെന്ന് വസുന്ധര പറയുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, എന്തായാലും വർഷമോട് നല്ല മിടുക്കിയാണ്, അവൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളുമെന്ന് വസുന്ധരയും പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ വർഷ ജോലിക്ക് പോകുന്ന സമയത്ത് വഴിയരികിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതുവഴി ശ്രീനാഥ് പോകുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് ശ്രീയെ കാണുന്ന വർഷയാണെങ്കിൽ ഞെട്ടിയിട്ട് കയ്യിലിരിക്കുന്ന വെള്ളവും കുപ്പിയും തറയിൽ പോകുന്നുണ്ട്. എന്നിട്ട് ഉറക്കെ ശ്രീയേട്ടാ എന്ന് വിളിക്കുന്ന സമയത്താണെങ്കിൽ ശ്രീനാഥ് വർഷയെ കണ്ടിട്ട് കാണാത്ത മട്ടിലങ്ങ് പോകുന്നുണ്ട്. പെട്ടെന്ന് ശ്രീയുടെ അരികെ ചെല്ലാനായിട്ട് വർഷ ഓടി ചെല്ലുന്ന സമയത്ത് വർഷയുടെ ദേഹത്ത് ഒരു ബൈക്ക് വന്നിടിക്കുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ തലയിടിച്ച് റോഡിൽ വീഴുന്നുണ്ട്. വർഷ റോഡിൽ വീഴുന്നത് കാണുമ്പോൾ ശ്രീനാഥ് ഓടി വന്നിട്ട് താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കുകാരനെ കുറേ വഴക്കം പറഞ്ഞ് വർഷയെ പോയി താങ്ങിയെടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ വിവരം അഭിരാമിയെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്, എന്നെ എന്തായാലും വർഷ കണ്ടിട്ടുണ്ട്, ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീനാഥ് പോകാനൊരുങ്ങുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വർഷയുടെ കാര്യം നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഭിരാമി വിവേകിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വിവേകും അഭിരാമിയും കൂടി വർഷയുടെ അരികിലെത്തുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, തലയുടെ സ്കാൻ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ബ്ലഡിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വർഷയ്ക്കാണെങ്കിൽ ബോധം വന്നിട്ട് ശ്രീയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഏത് ശ്രീയേട്ടൻ, ഇപ്പം ഇവിടെ ശ്രീയേട്ടനൊന്നും ഇല്ലല്ലോ, താൻ എന്താണ് ഈ പറയുന്നതെന്ന് പറയുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ശ്രീയേട്ടനാണ് എന്നെ വണ്ടി ഇടിച്ച് കിടന്ന സമയത്ത് എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുവന്നത്, ഞാൻ നല്ലതുപോലെ കണ്ടയാന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഇന്നാൾക്കൊരിക്കലും ഇങ്ങനെ പറ്റിയതാണ്, താൻ എന്താണ് ഈ പിച്ചും പേയും പറയുന്നത്, മരിച്ചുപോയ ആളിപ്പോൾ എങ്ങനെ വരാനാണെന്ന് വിവേക് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണെന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ചിലർക്ക് BP ലോ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇല്യൂഷൻസ് സ്വാഭാവികമാണ്, അത് നേരെ ആയിക്കോളും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് നേഴ്സുമാർ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവന്ന ആളാണെങ്കിൽ അയാൾ പുറത്ത് നിൽപ്പുണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുമ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, വണ്ടി ഇടിച്ച് കിടന്ന തന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, അണ്ടോ ഇയാളാണ് തന്നെ കൊണ്ടുവന്നത്, പിന്നെ എന്താണ് താൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് അഭിരാമി പുറത്തോട്ട് പോയിട്ടാണെങ്കിൽ ശ്രീയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്, വർഷം എന്തായാലും തന്നെ ചൊവ്വിന് കണ്ട്, ഇനി തന്നെ കണ്ടത് വെറും ഒരു മായക്കാഴ്ചയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വിവേക് ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യെന്നൊക്കെ അഭിരാമി ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.